2025 സേവികാ സംഘം താലന്ത് പരിശോധനയിലെ ബൈബിൾ ക്വിസ് പോർഷൻ ആസ്പദമാക്കിയുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം: ആരാണ് ഏദോമിനെ ചതിച്ച് തോൽപ്പിച്ചത്? ഉത്തരം: ഏദോമിനോട് സന്ധിയുള്ളവർ. രണ്ടാമത്തെ ചോദ്യം: ഏദോമിനെ ലജ്ജ മൂടുവാൻ കാരണമെന്ത്? ഉത്തരം: യാക്കോബിനോട് ചെയ്ത സാഹസം നിമിത്തം. മൂന്നാമത്തെ ചോദ്യം: സമുദ്രത്തിൻ്റെ കോപം അടങ്ങിയപ്പോൾ കപ്പൽക്കാർ ഭയപ്പെട്ട് എന്താണ് ചെയ്തത്? ഉത്തരം: യഹോവയ്ക്ക് യാഗം കഴിച്ചു, നേർച്ചകളും നേർന്നു. നാലാമത്തെ ചോദ്യം: 40 ദിവസം കഴിഞ്ഞാൽ നിനവയ്ക്ക് എന്ത് സംഭവിക്കും എന്നാണ് യോന ഘോഷിച്ചു പറഞ്ഞത്? ഉത്തരം: നിനവെ ഉന്മൂലമാകും. അഞ്ചാമത്തെ ചോദ്യം: യോനായ്ക്ക് തലപ്പാവായത് എന്ത്? ഉത്തരം: കടൽ പുല്ല്. ആറാമത്തെ ചോദ്യം: യഹോവ മുന്തിരിത്തോട്ടത്തിലെ നടുതല പോലെ ആക്കുന്നത് ആരെ? ഉത്തരം: ശമര്യയെ. ഏഴാമത്തെ ചോദ്യം: ഏത് ഗോപുരത്തിനാണ് യെരുശലേം പുത്രിയുടെ രാജ്യത്വം ലഭിക്കുക? ഉത്തരം: ഏദർ ഗോപുരം. എട്ടാമത്തെ ചോദ്യം: യഹോവ മനുഷ്യനോട് ചോദിക്കുന്നത് എന്ത്? ഉത്തരം: ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും. ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഉത്തരം: ബെത്ലഹേം എഫ്രാത്തയിൽ നിന്ന്. 11ാമത്തെ ചോദ്യം: വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് എങ്ങനെ? ഉത്തരം: ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട്. 12ാമത്തെ ചോദ്യം: നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്നവരോട് എങ്ങനെ പ്രതിവാദം പറയണം? ഉത്തരം: സൗമ്യതയും ഭയഭക്തിയും പൂണ്ട്. 13ാമത്തെ ചോദ്യം: ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ ഉന്മേഷത്തോടെ മേയ്ക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ത്? ഉത്തരം: തേജസ്സിൻ്റെ വാടാത്ത കിരീടം. 14ാമത്തെ ചോദ്യം: വലഞ്ഞുപോയ നീതിമാൻ ആര്? ഉത്തരം: ലോത്ത്. 15ാമത്തെ ചോദ്യം: അകൃത്യത്തിന് ശാസന കിട്ടിയ പ്രവാചകൻ ഏത്? ഉത്തരം: ബിലെയാം. 16ാമത്തെ ചോദ്യം: നാം ദൈവത്തെ അസത്യവാദിയാക്കുന്നത് എങ്ങനെ? ഉത്തരം: നാം പാപം ചെയ്തിട്ടില്ല എന്നു പറയുന്നുവെങ്കിൽ. 17ാമത്തെ ചോദ്യം: യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവൻ ആരാകുന്നു? ഉത്തരം: കള്ളൻ. 18ാമത്തെ ചോദ്യം: ക്രിസ്തുവിൻ്റെ ഉപദേശം കൊണ്ടല്ലാതെ വീട്ടിൽ വരുന്നവരെ എന്തു ചെയ്യണം? ഉത്തരം: വീട്ടിൽ കൈക്കൊള്ളരുത്, അവരോട് കുശലം പറയരുത്. 19ാമത്തെ ചോദ്യം: എല്ലാവരാലും സത്യത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടുള്ളത് ആർക്ക്? ഉത്തരം: ദെമത്രിയോസിന്. 20ാമത്തെ ചോദ്യം: മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിച്ചത് ആര്? ഉത്തരം: പ്രധാന ദൂതനായ മിഖായേൽ. 21ാമത്തെ ചോദ്യം: വനിതാ മന്ദിരത്തിൻ്റെ ഇപ്പോഴത്തെ പ്രിൻസിപ്പാൾ ആരാണ്?
ഉത്തരം മിസ് ആനി തോമസ്. 22ാമത്തെ ചോദ്യം. സേവികാ സംഘത്തിൻ്റെ അവസാനത്തെ ലേഡി പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ശ്രീമതി അന്നമ്മ ഇട്ടിയേര. 23ാമത്തെ ചോദ്യം. സേവികാ സംഘത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചുകൊണ്ടുള്ള കൽപ്പന ആരുടേതാണ്? ഉത്തരം തീത്തോസ് ദ്വിതീയൻ മെത്രാപ്പോലിത്ത. 24ാമത്തെ ചോദ്യം. വനിതാ ബോധിനിയുടെ ആദ്യ ലക്കം പ്രസിദ്ധീകരിച്ചത് എന്ന്? ഉത്തരം 1979. 25ാമത്തെ ചോദ്യം. ശാലേം ഭവനത്തിലെ കുട്ടികളുടെ സന്ധാരണത്തിനായി ഉപയോഗിക്കുന്ന ഫണ്ട് ഏത്? ഉത്തരം ഡപ്പിപ്പിരിവ്. 26ാമത്തെ ചോദ്യം. ദെബോറ ആരുടെ ഭാര്യയാണ്? ഉത്തരം ലപ്പിദോത്തിൻ്റെ. 27ാമത്തെ ചോദ്യം. ദാവീദ് എത്രാമത്തെ വയസ്സിലാണ് രാജാവായത്? ഉത്തരം 30ാമത്തെ വയസ്സിൽ. 28ാമത്തെ ചോദ്യം. നിന്റെ വിവേകം സ്തുത്യം ആര് ആരോട് പറഞ്ഞു? ഉത്തരം ദാവീദ് അബിഗൈലിനോട്. 29ാമത്തെ ചോദ്യം. ദൈവനാമം നിഷേധിക്കാത്ത സഭ ഏത്? ഉത്തരം ഫിലാദൽഫിയ. നയമാൻ സൗഖ്യത്തിനായി മുങ്ങിയ നദി ഏത്? ഉത്തരം യോർദാൻ. ഈ ചോദ്യോത്തരങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.